ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചമാങ്ങ ചമ്മന്തി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂപ്പുള്ള ഒരു മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മധുരവും പുളിയും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും. പിന്നെ അത് തോലൊക്കെ കളഞ്ഞ് നമുക്ക് ചെത്തിയെടുക്കാം. ഒരു മാങ്ങ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കാരണം നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ പുളി മുന്തി നിൽക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വറുത്ത വറ്റൽമുളക് നിങ്ങൾക്ക് കനലിലിട്ടോ അല്ലെങ്കിൽ പാനിലിട്ടിട്ടോ ഒക്കെ വറുത്തെടുക്കാം. പിന്നെ ചെറിയ ഉള്ളി കൂടുതൽ എടുക്കാം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് കൂടും. ഞാൻ കുറച്ച് അളവിൽ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഈ മാങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സിയിലാണ് അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്താൽ നിങ്ങൾക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ പേസ്റ്റ് ആക്കുന്നില്ല, എനിക്ക് ഇതുപോലെ തരിതരിപ്പായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് കൂടാൻ അവസാനമായിട്ട് ചേർക്കേണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ, അതാണ് നമ്മുടെ വെളിച്ചെണ്ണ. ഇതുപോലുള്ള ചമ്മന്തികൾക്കൊക്കെ വെളിച്ചെണ്ണ ലാസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് തന്നെ വേറെ ലെവലായിരിക്കും. അപ്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ, എന്നാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയാലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.